ബാങ്കെത്ര മനോഹരമായ ഇസ്ലാമിക പ്രഖ്യാപനത്തിന്റെ തലങ്ങളാണ്. അതിലൂടെ മുഴങ്ങുന്ന പേരാരുടെ പേരാണ്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മദീനയിലേക്കുള്ള പാത, ഈ സദസ്സത്ര അനുഗ്രഹീതമാണ്. ഇത് സ്വലാത്തിന്റെ സദസ്സാണ്. ഈ കടൽ തീരത്ത് പാരാപാരം പോലെ പരന്നു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, പുണ്യ റസൂലിന്റെ മഹത്വമുയരുന്ന സദസ്സാണിത്. ലോകത്ത് എത്ര നായകന്മാർ വന്നു, എത്ര നേതാക്കന്മാർ കടന്നു വന്നു, എന്നിട്ട് ആർക്ക് സാധിക്കുന്ന ആരുടെ പേരാണ് ലോകത്ത് മുഴങ്ങി നിൽക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരല്ലാതെ. ലോകത്ത് കടന്നു വന്ന ഒരുപാട് നായകന്മാരുണ്ട്. ആ നായകന്മാരുടെ പേരെല്ലാം ഒരുപക്ഷെ ഒരു പ്രസംഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ പുണ്യ നബിയുടെ പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബാങ്ക് കൊടുക്കുന്നു. അതിനപ്പുറത്ത് അല്പസമയത്തിന് ശേഷം ഗൾഫ് കൺട്രികളിൽ ബാങ്ക് കൊടുക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ നാമം മുഴങ്ങുന്നു. ലോകത്ത് മസ്ജിദുൽ ഹറാമിന്റെ, മസ്ജിദുൻ നബവിയുടെ, മസ്ജിദുൽ ഷാഫിഈയുടെ, മസ്ജിദുൽ ഫുർഖാനിന്റെ, മസ്ജിദുൽ ഉമറുൽ ഫാറൂഖിന്റെ മിനാരങ്ങളിലൂടെ ദിവസേന ഒരു 5 വട്ടം മുഴങ്ങുന്ന പേര് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന്, അന്ത്യപ്രവാചകനാണെന്ന്, അള്ളാഹുവിന്റെ ആരാധനാ കാര്യങ്ങളെ ലോകത്ത് പ്രബോധനം ചെയ്യാൻ വന്ന അവസാനത്തെ പ്രവാചകനാണെന്നിതാ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ലോകത്തിന്റെ വിവിധ മിനാരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ഏതൊരു നേതാവുണ്ടിങ്ങനെ? അതുകൊണ്ടാണ് പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞു മുഹമ്മദ് മഹാനാണ്, ഇന്ദിരാഗാന്ധി പറഞ്ഞു മുഹമ്മദ് മഹാനാണ്, സരോജിനി നായിഡു പറഞ്ഞു മുഹമ്മദ് മഹാനാണ്, മഹാത്മാഗാന്ധി പറഞ്ഞു മുഹമ്മദ് മഹാനാണ്. എന്തിനേറെ ലോകം മുഴുവൻ അടക്കി ഭരിച്ച നെപ്പോളിയൻ ബോണോപാർട്ട് പോലും പറഞ്ഞില്ലേ മുഹമ്മദ് മഹാനാണ്, മുഹമ്മദ് മഹാനാണ്, മുഹമ്മദ് മഹാനാണെന്ന്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ പുണ്യ റസൂലിന്റെ അനുയായികളാണ് ഞാൻ. ആ പുണ്യ റസൂല് ജീവിച്ച അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് പഠിക്കാനും പുണ്യ റസൂലിന്റെ പാത പിന്തുടരാനും കഴിയുന്ന സൗഭാഗ്യത്തിന്റെ മനുഷ്യന്മാരായി നമ്മൾ തീരേണ്ടതുണ്ട്. മദീനയിലേക്കുള്ള പാതയുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് അവിടെയാണ്. വർഷാവർഷം ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ, ഈ സദസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കണം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഉമറുൽ ഫാറൂഖും അബൂബക്കറും തമ്മിൽ ഒരു പിണക്കമുണ്ടായി, ഒരു തർക്കമുണ്ടായി. അബൂബക്കറിനെ കുറിച്ചു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, എന്റെ അബൂബക്കറിനെ വേദനിപ്പിക്കരുത് ഉമറേ. അബൂബക്കർ ആരെന്നറിയുമോ? അവ്വലമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലമൻ ആമന ബി അബൂബക്കർ, അവ്വലമൻ ദഖലൽ ജന്ന അബൂബക്കർ. ആരുമില്ലാത്ത അവസ്ഥയിൽ എന്റെ സമുദായം മുഴുവൻ നാട്ടിയോടിച്ചപ്പോൾ എനിക്ക് തണരേകിയത് അബൂബക്കറാണ് ഉമറേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനെ വേദനിപ്പിക്കരുത് ഉമറേ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ